എല്ലാവർക്കും ചാനലിലോട്ട് വെൽക്കം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം, ഈ കീബോർഡ് തന്നെയാണ് മെയിൻ. പിന്നെ ഒരു മൗസിനെ കുറച്ചും പറയാനുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മളൊരു ഒരു മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ മാറ്റണത്. കാരണം പറയാം, ആദ്യം ടെക് സൈനിക്സ് എന്നാണ് ഇട്ടത്. അതിന് നമ്മൾ ടെക് റിലേറ്റഡ് മാത്രമല്ല വീഡിയോ, ഗെയിമിങ് കണ്ടൻറ്റ് ഇടണുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്കിൻ്റെ പേര് വെച്ചിട്ട് മറ്റേത് ഇടണോട്ട് ശരിയാകാത്തതുകൊണ്ട് ഞാൻ വുൾഫി വൈറ്റീന്നാക്കി. അപ്പോൾ പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ, വുൾഫി വൈറ്റീന്ന് അടിക്കുമ്പോൾ കുറേ സെർച്ച് റിസൾട്ട് വരാൻ തുടങ്ങി, 3-4 വരാൻ തുടങ്ങി. അങ്ങനെയാണ് ലാസ്റ്റ് നമ്മൾ ഈ AINZ സെഞ്ചുറോ എന്ന് പറഞ്ഞ പേരിലോട്ട് എത്തിയത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ കീബോർഡാണ്. അത് നമ്മൾ 2K റേഞ്ചിൽ നമുക്കൊരു നല്ല കീബോർഡ് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പോകാൻ പറ്റിയൊരു നല്ലൊരു ഓപ്ഷനാണ് കോസ്മിക് ബൈറ്റിൻ്റെ GK13 നിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. നമുക്ക് കാണാം പുറകിൽ CBGK13 നിയോൺ. ഇത് ബ്രൗൺ സ്വിച്ച് മോഡലാണ് അടുത്തത്. കാരണം ഞാൻ പറയാം, ബ്ലൂ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാകും. ബ്ലൂവിന് ഭയങ്കര വെച്ചായിരിക്കും. ഭയങ്കര വെച്ചെന്ന് വെച്ചാൽ ഇപ്പം ഇതിന് തന്നെ അത്യാവശ്യമുണ്ട്. ടൈപ്പ് ചെയ്യുമ്പോഴൊരു സൗണ്ട്, ഒരു ക്ലിക്ക് സൗണ്ട്, നമുക്കിതിന് ഫീഡ്ബാക്ക് കിട്ടും. ബ്രൗൺ മതി. നമ്മൾ FPS ഗെയിമറാണ്, അതായത് നമ്മളിപ്പോൾ FPS ടൈറ്റിലാണ് കളിക്കണമെങ്കിൽ റെഡ് സ്വിച്ച് മോഡൽ കിട്ടുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു കീബോർഡ് എടുക്കണമായിരിക്കും നല്ലത്. കാരണം നമുക്ക് കുറേ നേരം നമ്മൾ W അമർത്തി പിടിച്ചിരിക്കണമായിരിക്കും. അപ്പോൾ ഇതിനൊരു ചെറിയൊരു പുള്ളുണ്ട്. ബ്ലൂവിൽ ഇത്തിരി കൂടി പുള്ള് കൂടുതലാണ്. അപ്പോൾ ഇതിനും ഏകദേശം സെയിം പുള്ളാണ്. പക്ഷെ കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മുടെ വിരലെടുക്കാം. അത് നമ്മളിപ്പോൾ ലോങ് ടൈം ഗെയിം ചെയ്യണമെങ്കിൽ ഈ ബ്ലൂ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നല്ല ഒച്ചയായിരിക്കും. ഇപ്പോൾ അതായത് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കിടക്കണമെങ്കിൽ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഒച്ചയായിരിക്കും. ഇതിന് തന്നെ അത്യാവശ്യമുണ്ട്. ബ്രൗൺ സ്വിച്ച് പോണതായിരിക്കും നല്ലത്. സൗണ്ടും ഫീഡ്ബാക്കും ഓവറോൾ നല്ലത് ബ്രൗൺ സ്വിച്ചാണ് എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ നല്ല ബഡ്ജറ്റുള്ളവർ ആ റേഞ്ചിൽ കീബോർഡ് എടുക്കുക, സ്റ്റീൽ സീരീസൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ 2K റേഞ്ചിലത്തെ കാര്യമാണ് പറയുന്നത്. 2Kയിൽ നമുക്ക് കിട്ടാവുന്ന നല്ല കീബോർഡ് പറഞ്ഞാൽ ഇതാണ് കോസ്മിക് ബൈറ്റിൻ്റെ. ഇത് മെക്കാനിക്കൽ കീബോർഡാണ്. അതായത് ഇത് ഓരോ ബട്ടണുകളാണ്. ഇതാണ് മെക്കാനിക്കൽ കീബോർഡ് എന്ന് പറയുന്നത്. മറ്റേത് മെമ്പറൈനാണ്. മെമ്പറൈൻ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ഒരു സാധനമാണ്. അത് കുറച്ച് ലെയർ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ. അത് നമ്മളിപ്പോൾ ഒരു ബട്ടൺ അറുത്ത മറ്റേ ബട്ടനൊക്കെ ആക്സിഡൻ്റലി വരാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഞാനിത് 5 മാസത്തേക്ക് കൂടുതലായി. ഞാൻ മേടിച്ചപ്പോൾ തന്നെ അൺബോക്സിങ് അല്ല ഇറക്കിയത്, ഒരു റിവ്യൂ അല്ല, അത് അൺബോക്സിങ് അല്ല, ഇത് ഉപയോഗിച്ച് കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന്. സാധനം പക്കയാണ്. പിന്നെ എനിക്ക് ഇടയ്ക്ക് വെച്ച് ഒരു അതായത് ഈ കീക്ക് കംപ്ലൈൻറ്റ് വന്നായിരുന്നു. അങ്ങനെ വരാറില്ല. എൻ്റെ ഒരു ഫ്രണ്ട് എടുത്തിട്ടുണ്ടായി, അവന് കുഴപ്പമൊന്നും ഉണ്ടായില്ല ഒരു കൊല്ലത്തിന്. പക്ഷെ എനിക്കിങ്ങനെ വന്നു. പക്ഷേ വാറൻറ്റി ടൈം ആയിരുന്നു, അതായത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരുന്നു. അത് കാരണം അപ്പോൾ നമുക്ക് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാകും, ഇതിൻ്റെ സർവീസ് സെൻ്ററൊന്നും നമുക്ക് അടുത്തില്ല. നമ്മളിപ്പോൾ എടുക്കേണ്ട ഡെല്ലിനോ അങ്ങനെ കുറേ സാധനം ഉണ്ട്, അതിന് സർവീസ് സെൻ്റർ ഉണ്ട്. പക്ഷേ ഇതിന് സർവീസ് സെൻ്റർ ഇല്ല. പക്ഷേ ഈ കോസ്മിക് ബൈറ്റിൻ്റെ സൈറ്റിൽ കയറാനിട്ട് നമുക്ക് വാറൻറ്റി ക്ലെയിം ചെയ്യാമെന്ന് പറയാം. എന്നിട്ട് നമുക്ക് പുറകിലെ നമ്പർ ഉണ്ടാവും. ആ നമ്പർ അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഒരു വെള്ളയിലെഴുതിയേക്കുന്ന നമ്പർ, അതിന് എൻ്റെ നമ്പർ ഇതാണ് ഉണ്ടാവും, സീരിയൽ നമ്പർ. ആ സീരിയൽ നമ്പർ അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കണം അഡ്രസ്സും നമ്മുടെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ അവർ വന്ന് ഇൻ വാറൻറ്റി ടൈമിലാണ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. ഇങ്ങനെ ഇപ്പോൾ അതായത് എനിക്ക് വന്നത് രജിസ്റ്റർ ആവണുണ്ട്, പക്ഷേ രജിസ്റ്റർ ചെയ്യാൻ ചില ടൈമിൽ ടൈം എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം വന്നു. അത് ഇത്തിരി സ്ലോ രജിസ്ട്രേഷൻ. അപ്പോൾ അവർ തന്നെ പിക്കപ്പ് ചെയ്യും. അതായത് അവരൊരു ഫ്രീ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പപ്പാണ് വാറൻറ്റി ടൈമിൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഇങ്ങനെ വന്നത്. അത് വളരെ ചാൻസ് കുറവാണ്, അങ്ങനെ വരാറില്ല. എനിക്ക് വന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് കസ്റ്റമർ സർവീസ് എത്രത്തോളം നല്ലതാണെന്ന് കൂടി ഈ വീഡിയോയിൽ പറയാൻ പറ്റും. അവരുടെ കസ്റ്റമർ സർവീസ് നല്ല കസ്റ്റമർ സർവീസ്, അതായത് ഓരോ കസ്റ്റമറിനെ അത്ര വാല്യുബിളായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഈ കീബോർഡ് അയച്ചു കൊടുത്തിട്ട് അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സാധനം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആ സാധനം അതായത് റിപ്പയർ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഇത് വർക്ക് ചെയ്യണത് ബോക്സ് പൊട്ടിച്ച് വർക്ക് ചെയ്യണതൊക്കെ കീബോർഡ് ബട്ടണൊക്കെ അമർത്തി കാണിച്ച് തന്ന് വർക്ക് ചെയ്യുന്നുണ്ട്.
പിന്നെ ഇത് ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടിട്ടുണ്ട് എല്ലാം. അതായത് ഒരു നല്ല പക്കയായിട്ട് എല്ലാ കസ്റ്റമറിനെയും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. അയച്ചുകൊണ്ട് സാധനം അവിടെ എത്തി അവരെന്താ ചെയ്യണത്, സാധനം തിരിച്ചു വരുമ്പോഴല്ല നമ്മൾ അറിയണത്. നമുക്ക് അവർ ശരിയാക്കിയിട്ട് ഇത് ശരിയാക്കുമ്പോൾ ആദ്യം ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രോബ്ലം കണ്ടുപിടിക്കുമ്പോൾ തന്നെ അവർ നമുക്കൊരു ഇമെയിൽ അയക്കും, പ്രോബ്ലം കണ്ടുപിടിച്ച് ഇതാണ് പ്രശ്നം അങ്ങനെയൊക്കെ പറഞ്ഞയക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് സർവീസ് വരും. പിന്നെ ഈ കീബോർഡിന് ഒരു കുറച്ച് ലൈറ്റ് പാറ്റേൺ ഉണ്ട്, റീകോൾ ഫങ്ഷൻ ഇല്ല. അതായത് ഞാനിപ്പോൾ ഈ ഇതിൽ വെച്ച് എനിക്ക് എപ്പോഴും ഇതിൽ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം ലാപ്ടോപ്പോ നമ്മുടെ PC ഓണാക്കുമ്പോൾ ഇതിലോട്ട് വരില്ല, ഇതിൻ്റെ ആദ്യത്തെ ഇതിൽ പോയി നിൽക്കുള്ളൂ, ആദ്യത്തെ സീരീസിൽ പോയി നിൽക്കും. പിന്നെ നമ്മൾ ഈ ഫങ്ഷനും ഈ കീയും ഇൻസേർട്ടിൻ്റെ കീയും അർത്തിയിട്ട് നമുക്ക് മാറ്റാം. ഇത് ഇടണം, ഇത് വേറെ ഒരെണ്ണം, ഇത് ഒരെണ്ണം, ഇങ്ങനെ ഒരെണ്ണം, ഇതാ. പിന്നെ വേറെ ഒരെണ്ണം ഉണ്ട് ഓപ്പോസിറ്റ് ആ ടൈപ്പ്. ഇതെന്ന് വെച്ചാൽ ഓർക്കുമ്പോൾ ഉണ്ടോ, ഇങ്ങനത്തെ ഒരെണ്ണം അത്യാവശ്യം കുറച്ചുണ്ട് ഇതിൽ. ആദ്യത്തേലെത്തി നമ്മൾ എന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനത്തെ ഒരെണ്ണം ഉണ്ട് കേട്ടോ, നേരത്തെ കാണിക്കാൻ പറ്റിയില്ല. ഒരു ബട്ടൺ അടത്തുമ്പോൾ ആ ബട്ടൺ മാത്രം, ബാക്കിയെല്ലാം നമ്മൾ ഒരുമാതിരി എല്ലാം നമ്മൾ കണ്ടു. പിന്നെ ഇതിന് സ്പീഡ് കൂട്ടുക. ഇപ്പോൾ നമ്മൾ ഈ പോണ സ്പീഡ് ഇതാണെങ്കിൽ നമുക്ക് സ്പീഡ് കൂട്ടുക, ആ സാധനം പോകണത്. അല്ല, നല്ല സ്പീഡായി. പിന്നെ സ്പീഡ് കുറക്കുക, സ്പീഡ് കൂട്ടുക. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ബ്രൈറ്റ്നെസ്, ഇതാണ് മാക്സിമം ബ്രൈറ്റ്നെസ്. പിന്നെ ഒരു കട്ട, അടുത്ത കട്ട, പിന്നെ ഓഫ് ചെയ്ത് വെക്കുക. ഇപ്പോൾ വേണ്ടതുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുക, പക്ഷേ ലോയിലെങ്കിലും ഇടണം. കാരണം ഇത് മറ്റേ ലേസർ എൻഗ്രേവ്ഡ് ആയതുകൊണ്ട് വൈറ്റ് ആകെയുള്ളത് ഈ WASD. ഇപ്പോൾ ടൈപ്പിംഗ് ആൾക്കാർക്ക് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഇതെങ്കിലും ഇട്ടാൽ നമുക്ക് എല്ലാ ബട്ടണും കാണാം. കീബോർഡ് വലിയ കാണാപ്പാടല്ലാത്തതായിരിക്കും. ഇത് നമ്മളാകെ WSDയിലായിരിക്കും ഗെയിമറൊക്കെ കൂടുതൽ ഗെയിമർ ആൾക്കാർ കിടക്കണത്. പക്ഷെ അവർക്ക് വലിയ പ്രശ്നം വരാൻ സാധ്യതയില്ല. ആകെ അമർത്തി പിടിക്കുക, സ്പേസ് അടിക്കുക, കുറച്ച് വരുള്ളൂ. വലിയ ഫങ്ഷനാലിറ്റി വരില്ല. പിന്നെ ഇതിന് ഇവിടെ ഈ സാധനം എന്ന് വെച്ചാൽ മെറ്റൽ ഫ്രെയിമാണ്. അതായത് ഫുള്ള് മെറ്റലല്ല, ഈ മേളിലത്തെ കഷ്ണമില്ലേ നമുക്ക് കാണാൻ തിളങ്ങണത്, ആ ഒരു കഷ്ണം മെറ്റലാണ്. ബാക്കിയൊക്കെ പ്ലാസ്റ്റിക്കാണ്, ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്. ഇതുപോലെ പിന്നെ വയറ് ബ്രൈഡഡ് അല്ല, കേബിള് അങ്ങനൊരു ഇതുണ്ട്, ബ്രൈഡഡ് അല്ല, പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വയറാണ്. പിന്നെ ഇതിൻ്റെ പോർട്ട് കാണിച്ചത് USB പോർട്ട്. USB പോർട്ട് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഗോൾഡ് പ്ലേറ്റഡ് ആണ്. പിന്നെ ഇതിനൊരു ഇതുണ്ട്, ഇത് പണ്ടത്തെ PlayStation കൺട്രോളിലൊക്കെ കാണാം, ഒരു മാഗ്നറ്റിക്, അതായത് ലാറ്റൻസി കുറക്കാൻ വേണ്ടിയുള്ള സംഭവമാണ്. അതാണ് ഈ കഷ്ണം. ബ്രൈഡഡ് അല്ല, അതുകൊണ്ട് ഭയങ്കര വളച്ചു കുത്തിയൊന്നും ഉപയോഗിക്കരുത്, മര്യാദക്ക് ഉപയോഗിച്ചാൽ നിന്നോളൂ. ബ്രൈഡഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം സെബ്രോണിക്സ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അത് ഏകദേശം ഈ റേഞ്ചിൽ 1K റേഞ്ചിൽ വന്നത്. അതിൻ്റെ കേബിൾ ബ്രൈഡാണ്, പക്ഷേ അത് മെക്കാനിക്കലല്ല. മെക്കാനിക്കൽ ആവാത്ത കൊണ്ട് അതിൻ്റേതായ ഇതുണ്ടാവും. മെക്കാനിക്കലാണ് ഇത്തിരി കൂടി നല്ലതും കുറേ നാൾ ലാസ്റ്റ് ചെയ്യണതും. ഇത് മില്യൺസിൻ്റെ കണക്കിലാണ് ഇതിൻ്റെ ലൈഫ് സ്പാൻ. അപ്പം തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം നല്ലതാണ് അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഇങ്ങനെയാണ് കളറ്, ഫുൾ RGB അല്ല, അതായത് ഓരോ കഷ്ണം ഒരു കളറ്, റെയിൻബോ എന്ന് പറയണത്. അതിന് റെയിൻബോൻ്റെ അത്ര കളറൊന്നും ഇല്ല, എന്നാലും ഉണ്ട്, 6 ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാം.
കളറിന് കളറും. പിന്നെ രാത്രിയൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ നല്ലതാണ്. രാത്രിയൊക്കെ ഇരിക്കാൻ നേരത്ത് കാണാനൊക്കെ ഇത്തിരി കൂടി ഭംഗിയുള്ളതാണ്. പിന്നെ ഞാൻ മൗസിൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞു. ഇത് അതിനെക്കാട്ടി ടൈം എടുത്താൽ ഇത് എന്താണ് എച്ച് പിയുടെ G360 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ഇതിൽ 2K 1K അബോ 1.5 ഒക്കെ കിടപ്പുണ്ടാവും. പക്ഷെ ആ പ്രൈസിന് ഇതെടുക്കാൻ പോകണ്ട. ലോഗിടെക്കിൻ്റെ നല്ല ഓപ്ഷനുകളുണ്ട്. പക്ഷെ ഇത് ഞാൻ എടുത്തത് 900 റുപ്പീസിനാണ്. അതെങ്ങനെയാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഫ്ലിപ്കാർട്ടിൽ ഇതുണ്ട്. ഇത് 1.5 ആയിരിക്കും ഫ്ലിപ്കാർട്ടിൽ കിടക്കണം. ആമസോണിൽ 2.5 എങ്ങനത്തെയാണ് കിടക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ നമ്മൾ ഡെയിലി നോക്കേണ്ടി വരും. എപ്പോഴാണ് അവർ ഓഫർ ഇടണമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഫ്ലിപ്കാർട്ട് പ്ലസ് മെമ്പറും കൂടി ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്കൊരു 1K കിട്ടും. ഫ്ലിപ്കാർട്ട് പ്ലസ് മെമ്പറാണെങ്കിൽ ഒരു 100 രൂപ കൂടി കുറയും. അത് 900 രൂപയ്ക്ക് ഗെയിമിംഗ് മൗസ്. അത് വെറും ഗെയിമിംഗ് മൗസ് അല്ല, HP എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രാൻഡിൻ്റെ തന്നെ മൗസ്. പ്ലസ് അത് ഈ സാധനം ഇങ്ങനത്തെ റെയിൻബോ പോലെയാണ്. അതേപോലെ തന്നെ റെയിൻബോ ലൈറ്റിംഗ് ഉള്ള ഒരിത്. പിന്നെ ഓവർ ലൈറ്റിംഗ് അല്ല, ക്ലീൻ ക്ലാസ് ലുക്ക്. പിന്നെ ഇവിടെ 2 ബട്ടൺ, എക്സ്ട്രാ ബട്ടൺ നല്ല. പിന്നെ അത്യാവശ്യം വലിയ മൗസാണ്. എൻ്റെ കൈ അത്യാവശ്യം വലിയ കൈയാണ്. അപ്പോൾ എൻ്റെ കൈക്ക് പറ്റിയ മൗസാണ്. പിന്നെ വെയിറ്റ് ഉണ്ട് അത്യാവശ്യം. അത് ഭയങ്കര വെയിറ്റ് അല്ല, എന്നാൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതാണ് എൻ്റെ DPI സ്വിച്ച്. ഇത് ഓരോ DPI ആണ്. ഇത് 1000 അങ്ങനെ ഇത്രയും പ്രീസെറ്റ് ഉണ്ട്. 1 2 3 4 5 6 7 6 6000 DPI വരെ ഉണ്ട്. അപ്പോൾ ഏത് DPI ആണെന്ന് നോക്കി കളർ നോക്കിയിട്ട് മനസ്സിലാകും. ഇത് അല്ലാണ്ട് മാറില്ല. പിന്നെ ഈ ബട്ടൺ നമുക്ക് കുറച്ച് നേരം അമർത്തി പിടിച്ചാൽ നമുക്ക് ലൈറ്റ് ഓഫ് ആക്കണമെങ്കിൽ ഓഫാക്കാം. ലൈറ്റ് ഓഫായി. അതുപോലെ തന്നെ തിരിച്ചമർത്തി കുറച്ച് നേരം പിടിച്ചാൽ ലൈറ്റ് ഓൺ ആവും. ഓഫാക്കേണ്ട ആവശ്യം വന്നെ തോന്നണില്ല. പിന്നെ ഇതിൻ്റെ നല്ല ഒപ്റ്റിക്കൽ സെൻസറാണ്. നല്ല പെട്ടെന്ന് എവിടെ വെച്ചായാലും ഫീഡ്ബാക്ക് പെട്ടെന്ന് എടുക്കണം. നല്ല ഒപ്റ്റിക്കൽ സെൻസറാണ്. പിന്നെ ഇതിനും മറ്റു സംഭവം ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പോർട്ടിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം. ഗോൾഡ് പ്ലേറ്റഡ് പോർട്ട് പ്ലസ് മറ്റേ ലാറ്റൻസി കുറക്കാനുള്ള മാഗ്നറ്റിൻ്റെ സാധനം. ഈ മാസം നിങ്ങൾ 900 രൂപക്ക് അല്ലെങ്കിൽ 1000 രൂപക്ക് കിട്ടുകയാണെങ്കിൽ ആ റേഞ്ചിൽ വേറൊരു മൗസും ഇതിൻ്റെ അത്രയും നല്ല മൗസ് ഇല്ല. ബിൽഡിൻ ക്വാളിറ്റി വൈസും നോക്കുമ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നും വന്നില്ല. ഞാൻ കൂടുതൽ FPS ടൈറ്റിലാണ് കളിക്കുന്നത്. വാലോറൻറ്റ്, പിന്നെ ഫാർ ക്രൈ, കോൾ ഓഫ് ഡ്യൂട്ടി. പിന്നെ അതേപോലെ തന്നെ ഷൂട്ടിങ് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഫാൾ ഔട്ട് ആയാലും GT ആയാലും അത്യാവശ്യം നമ്മൾ നല്ല പ്ലേയിങ് ടൈം ഗെയിമിംഗ് അവേഴ്സ് നമ്മൾ ഈ മൗസും ഈ കീബോർഡും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കീബോർഡ് ഞാൻ 2K എടുക്കണമെങ്കിൽ ഞാനിത് എടുക്കാൻ പറയും. 2K എടുക്കണമെങ്കിൽ ഇത് എടുക്കണ്ട, ലോഗിടെക്കിൻ്റെ മോഡൽ എടുത്താൽ മതി. 1000 റേഞ്ചിൽ ഇത് ഓഫർ കിട്ടണമെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നോക്കിയാൽ മതി, കിട്ടും. എപ്പോഴും കിട്ടുമല്ലോ. ഏകദേശം മറ്റേ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സ് നടന്നുകൊണ്ടിരിക്കാൻ നേരത്തോ അതിന് മുമ്പ് ഏകദേശം ആ ടൈം ഫ്രെയിമിൻ്റെ ഇടയിലാണ് ഈ ഓഫർ വന്നത് ഈ മൗസിന്. പക്ഷേ ബിഗ് ബില്യൺ ഡേയ്സിലായിട്ട് വരാറില്ല. അങ്ങനെ നോക്കിയിട്ട് എടുക്കാം. അത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ടാറ്റാ, ബൈ ബൈ.